എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഊണിന്റെ കൂടെയൊക്കെ കഴിക്കാൻ കുറച്ച് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പിക്കിൾ അല്ലെ. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഊണ് കഴിക്കാൻ പിക്കിൾ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും എനിക്കിഷ്ടമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമാമി ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു കിടിലൻ പിക്കിളിന്റെ റെസിപ്പിയാണ്. അതായത് പഞ്ചാബി വെജിറ്റബിൾ പിക്കിളാണെന്ന് നമ്മുടെ വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻസ് പൊതുവെ കടുകെണ്ണയില്ല, അതായത് മസ്റ്റേർഡ് ഓയിലാണ് പിക്കിൾ ഉണ്ടാക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. പക്ഷെ നമ്മുടെ കേരളക്കാർക്ക് അതിന്റെ മണവും അതിന്റെ ആ ഒരു എന്താ പറയാ ആ രുചിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ ആ കുത്തണ മണം മാറാനും ആ സ്വാദ് മാറാനും നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് സവോള ഒരു 3-4 കഷ്ണമായിട്ട് ആ എണ്ണയിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പൊ അതിന്റെ ആ കുത്തണ മണവും കുത്തണ സ്വാദും ഒക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞക്കടുകാണ്. കറുത്ത കടുകും കിട്ടും, മഞ്ഞക്കടുകും കിട്ടും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞക്കടുകാണ്. അളവുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് വരുത്താം. അതായത് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം, കുറച്ച് കുറയ്ക്കാം. അങ്ങനെയായിട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും തൈരും ചോറിൻ്റെ കൂടെ ആയാലും ബ്രെഡിന്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ളതാണ് പഞ്ചാബി വെജിറ്റബിൾ പിക്കിൾ. നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ള ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുതേ, അത് ഞാൻ കൊടുക്കുന്നുണ്ട് അതില്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഓടിപ്പോയി കണ്ടാലോ. പഞ്ചാബി വെജിറ്റബിൾ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് കഴുകി അത് നീളത്തിൽ അരിഞ്ഞ് വെക്കുക കേട്ടോ. ആദ്യം കുറച്ചുണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് മസ്റ്റേർഡ് ഓയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കടായി വയ്ക്കുക, ആവശ്യത്തിനുള്ള മസ്റ്റേർഡ് ഓയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കുത്തണ മണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 4-5 പീസ് സവോള ഇട്ട് കൊടുക്കുക. അത് ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതൊരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മസാലക്കൂട്ടാണ് വേണ്ടത്. ആ മസാലക്കൂട്ട് ഈ കാണുന്ന മസാലക്കൂട്ടുകളാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക 2 മിനിറ്റോളം. കരിക്കരുത്. അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മഞ്ഞ കടുകാണ് ഉപയോഗിക്കുന്നത്. കറുത്ത കടുകും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ മഞ്ഞ കടുകിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ മസാലക്കൂട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നമ്മളുടെ കടുകും കൂടി ഇട്ട് പൊടിക്കുക കേട്ടോ. കുറച്ചും കൂടി നമുക്ക് മസ്റ്റേർഡ് ഓയിൽ വേണം. അതും ഇതുപോലെ 4-5 പീസ് സവാള ഇട്ടിട്ട് ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ എടുത്ത് മാറ്റുക. അപ്പോൾ കുത്തണ മണം മാറും. ഗ്യാസ് ഓഫ് ചെയ്യുക. ആ എണ്ണയിലേക്ക് നമ്മളുടെ മസാലക്കൂട്ടുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കായപ്പൊടി, എന്താ പറയുക, മുളക് പൊടി, നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ട്, വിനീഗർ എല്ലാം ഇട്ട് കരിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളുടെ വെജിറ്റബിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എപ്പോഴും ഒരു ഗ്ലാസ് ജാറിലാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. അതും ഫ്രിഡ്ജിൽ വെക്കും വേണം കേട്ടോ. ഒരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നമ്മൾ പിക്കിളാക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് നല്ലപോലെ ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.